ഹായ്, ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇസ്ലാം വിമർശകനായ ആരിഫ് ഹുസൈൻ ഒരു വാർത്താ ചാനൽ ചർച്ചയെ കൂട്ടുപിടിച്ച് തന്റെ സ്ഥിരം ഇസ്ലാം വിരുദ്ധതയും വലതുപക്ഷ പ്രീണനവും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക വിഷയത്തെക്കുറിച്ച് മാതൃഭൂമി ചാനലിൽ നടന്ന ചർച്ചയിൽ അവതാരകനു നേരെ ഉയർന്ന ചില പരാമർശങ്ങളെ ആഘോഷിക്കുന്ന അയാൾ അതിലൂടെ ഗാസയിലെ വംശഹത്യയെപ്പോലും പരിഹസിക്കാനും ഫലസ്തീൻ ഐക്യദാർഢ്യത്തെ ശബ്ദമലിനീകരണം എന്നു വിളിച്ച് അപമാനിക്കാനും ശ്രമിക്കുന്നു. യാതൊരു ധാർമ്മികതയുമില്ലാത്ത ഒരു ഇസ്ലാം വിമർശകൻ എങ്ങനെയാണ് ഒരു സിവിൽ നിയമപ്രശ്നത്തെ വളച്ചൊടിച്ച് തന്റെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കാം എന്ന ആ ഒരു ശുഭവാർത്ത നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ സംഖ്യയായി മാറും എന്ന് പറയുന്നൊരു വിഷയം നമ്മളെപ്പോഴും ഇവിടെ ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ അപ്പോൾ നിങ്ങൾ സംഖ്യയാകുന്നു. അത് പേടിച്ചുകൊണ്ട് പല ആളുകളും ചില പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്നു. ഇത് രണ്ടുമാണ് നമ്മൾ പറയാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാടില്ല. സംഘിപ്പട്ടം എന്ന ന്യായീകരണവും ഇരവാദവും. ഇവിടെ അവതാരകൻ ഉന്നയിച്ച നിയമപരമായ ചില ചോദ്യങ്ങളെ അയാൾ തട്ടിയെടുക്കുന്നത് സ്വന്തം വർഗീയതയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. അവതാരകന്റെ തോളിൽ കയറി നിന്ന് വിടിവിക്കുകയാണ് അയാൾ ഇവിടെ ചെയ്യുന്നത്. ഇസ്ലാമിനെ വിമർശിക്കാൻ കിട്ടുന്ന ഏതൊരു ചെറിയ അവസരത്തെയും വലിയൊരു ഭൂതക്കണ്ണാടിയിലൂടെ കാണിച്ച് താൻ പറയുന്നതു മാത്രമാണ് സത്യം എന്ന് വരുത്തി തീർക്കാനുള്ള അയാളുടെ സ്ഥിരം അടവാണിത്. സ്വതന്ത്രചിന്ത എന്ന് അവകാശപ്പെടുന്ന ഇവർക്ക് യാതൊരുവിധ സ്വതന്ത്രമായ ചിന്തയുമില്ലെന്നും കേവലം ഇസ്ലാം വിരോധം മാത്രമാണ് ഇവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമെന്നും ഇതിലൂടെ വ്യക്തമാക്കിയത് എങ്ങനെയാണ് ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നു എന്നാ പറഞ്ഞ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗാസയുടെയും അതുപോലെ പാലസ്തീന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങളെ നമ്മൾ അതേ വാചകം തന്നെ ഉപയോഗിക്കും. അതും ഒരു ശബ്ദമലിനീകരണം എന്ന് പറഞ്ഞാൽ പോരാ, വലിയ തോതിൽ ഒരു ഇന്റർനാഷണൽ വേസ്റ്റ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നുള്ളത്. അതേപോലെ മറ്റു പല പൗരത്വ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ഇവിടെ ആകുന്നു. ഗാസയിലെ കൂട്ടക്കുരുതിയും ധാർമ്മികതയുടെ തകർച്ചയും. ദൈവമില്ലെന്നും ലോകം കേവലം ഭൗതികമായ പ്രതിഭാസങ്ങൾ മാത്രമാണെന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് മനുഷ്യജീവന് പ്രത്യേകിച്ചൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല. ദുർബലരെ കൊന്നൊടുക്കി ശക്തർ അതിജീവിക്കുന്നു എന്ന കേവല മൃഗീയ നിയമം മാത്രമാണ് അവരുടെ ലോകവീക്ഷണം. അതുകൊണ്ടാണ് മനുഷ്യത്വരഹിതമായ ഒരു വംശഹത്യയെപ്പോലും യാതൊരു സങ്കോചവുമില്ലാതെ അയാൾക്ക് പരിഹസിക്കാൻ കഴിയുന്നത്. നിരീശ്വരവാദത്തിന്റെ ധാർമ്മിക ശൂന്യതയാണ് ആരിഫ് ഹുസൈന്റെ ഈ വാക്കുകളിൽ മുഴങ്ങിക്കേൾക്കുന്നത്. മറുവശത്ത് ഇസ്ലാം കൃത്യമായ ധാർമ്മികത പഠിപ്പിക്കുന്നു. യുദ്ധത്തിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും ഉപദ്രവിക്കരുത് എന്നും മരങ്ങൾ പോലും മുറിച്ചു നശിപ്പിക്കരുത് എന്നും പ്രവാചകൻ മുഹമ്മദ് നബി കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും വലിയ പുണ്യമാണ്. ആ ധാർമ്മികതയിൽ നിന്നുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകളും നീതിബോധമുള്ള മറ്റു മനുഷ്യരും ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതിനെയാണ് സ്വന്തമായി യാതൊരു ധാർമ്മിക ബോധവുമില്ലാത്ത ഇയാൾ ശബ്ദമലിനീകരണമെന്നു വിളിച്ച് അപഹസിക്കുന്നത്. ലോകത്തെ ഏറ്റവും നിഷ്ഠൂരമായ ക്രൂരതകളെ പിന്തുണയ്ക്കുന്ന ഇയാളാണോ ഒരു കോടതി വിധി, അത് സംബന്ധിച്ചിട്ടുള്ള കാര്യവും അവിടെ ചർച്ചയാകുന്നു. അതെല്ലാം കൂടി പറയുന്ന സമയത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വഖഫ് ബോർഡിന്റെ കേരളത്തിലെ അതിന്റെ നേതാക്കളൊക്കെ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ചില പരാമർശം എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് അഭിലാഷിനെ സംഖ്യയാക്കി എന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയും. അന്നേരം അഭിലാഷിന്റെ മുഖത്ത് വരുന്ന ആ ഒരു ഭാവമാറ്റവും അതുപോലെയുള്ള കാര്യങ്ങളും നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം നമ്മളിത് കുറെ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിലെ ധാർമ്മികതയെ അളക്കാൻ വരുന്നത് വഖഫ് ബോർഡും വ്യാജ പ്രചരണങ്ങളും. ആ നിയമത്തിന്റെ നടത്തിപ്പിലോ ബോർഡിന്റെ ഭരണപരമായ തീരുമാനങ്ങളിലോ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഇന്ത്യയിലെ കോടതികൾക്ക് അധികാരമുണ്ട്. ആ വീഡിയോയിൽ അവതാരകൻ തന്നെ പറയുന്നുണ്ട്, പോസ്റ്റ് ഓഫീസ് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ട് ആ നോട്ടീസ് റദ്ദാക്കിയെന്ന്. അതായത് ഭരണഘടനാപരമായി ഇന്ത്യയിലെ കോടതികളിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാധാരണ സിവിൽ തർക്കത്തെയാണ് ഇസ്ലാം വിദ്വേഷം വളർത്താൻ വേണ്ടി വലിയൊരു ഭീകരപ്രവർത്തനമായി ഇവർ ചിത്രീകരിക്കുന്നത്. ഇസ്ലാമിലെ നീതിന്യായ വ്യവസ്ഥ അന്യന്റെ സ്വത്ത് അപഹരിക്കാതിരിക്കൽ കർശനമായി പാലിക്കാൻ നിർദ്ദേശിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അൽ ബഖറ അധ്യായത്തിലെ 188 വചനത്തിൽ അല്ലാഹു വ്യക്തമായി പറയുന്നുണ്ട്,
നിങ്ങൾക്കിടയിൽ പരസ്പരം സ്വത്തുക്കൾ അന്യായമായി തിന്നരുത്. ഇത്രയും വ്യക്തമായ നിയമമുള്ള ഒരു മതത്തെയാണ് കേവലം ചില ഉദ്യോഗസ്ഥരുടെ ഭരണപരമായ നടപടിക്രമങ്ങളുടെ പേരിൽ അക്രമികളുടെ മതമായി ചിത്രീകരിക്കാൻ അയാൾ ശ്രമിക്കുന്നത്. ഏതെങ്കിലും ഒരു ബോർഡിന്റെയോ സമിതിയുടെയോ നടപടികളെ മുഴുവൻ ഇസ്ലാമിക പ്രമാണങ്ങളുടെ പോരായ്മയായി ചിത്രീകരിക്കും. ഹൈക്കോടതിയിൽ നിന്നാണ് ഒടുവിൽ ആ കേസ് ക്വാഷ് ചെയ്യിച്ചത് എന്ന് പറഞ്ഞാൽ രണ്ട് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർ ആ ഓഫീസിൽ ജോലി ചെയ്തു എന്ന കുറ്റം മാത്രമേ ഉള്ളൂ. അവർക്കെതിരെ 152A ചുമത്തിയിരിക്കുകയാണ്. ഇതൊക്കെ നീതിരാഹിത്യമല്ലേ? ഇത്തരത്തിലുള്ള നീതിരാഹിത്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിൽ വേണ്ടേ ഇതിന്റെ ഔട്ട്പുട്ട്? അതല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും സ്വത്ത് പിടിച്ചെടുക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ. ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന മട്ടിൽ നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ ശ്രീ മായനാജി? അങ്ങനെ വരണ്ടേ കാര്യങ്ങൾ? നിങ്ങൾ പറയണ്ടേ? അങ്ങേയറ്റം യുക്തിശൂന്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലെ ഇരട്ടത്താപ്പ്. അവതാരകൻ ചോദിക്കുന്ന ഈ ചോദ്യം ആരിഫ് ഹുസൈൻ ഏറ്റുപിടിക്കുന്നത് താൻ നീതിക്കുവേണ്ടി വാദിക്കുന്ന ആളാണ് എന്ന വ്യാജേനയാണ്. അയാൾ തന്റെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു കാപട്യം നമുക്ക് കാണാൻ സാധിക്കും. ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രയേൽ ബോംബിടുമ്പോൾ അതൊരു നീതിരാഹിത്യമായി അയാൾക്ക് തോന്നാറില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിംകൾക്കും നേരെ വലതുപക്ഷ സർക്കാരുകൾ ബുൾഡോസർ രാജ് നടത്തുമ്പോഴും അവരുടെ വീടുകൾ നിയമവിരുദ്ധമായി തകർക്കുമ്പോഴും ആരിഫ് ഹുസൈൻ എന്ന ഈ സ്വതന്ത്ര ചിന്തകന് ഈ പറയുന്ന നീതിബോധമുണ്ടാകാറില്ല. അപ്പോഴൊന്നും അയാൾ പരിഷ്കൃത സമൂഹത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. എന്നാൽ തനിക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള വഖഫ് ബോർഡിന്റെ ഒരു നിയമപരമായ നടപടി വരുമ്പോൾ മാത്രം അയാൾ വലിയ പരിഷ്കൃത സമൂഹത്തിന്റെ വക്താവായി മാറുന്നു. ഇത് കൃത്യമായ ഇരട്ടത്താപ്പാണ്. ഒരു നിയമപരമായ തർക്കത്തെ കോടതിയിലൂടെ പരിഹരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിഷ്കൃത സമൂഹം. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അതിനു പ്രാപ്തവുമാണ്. അല്ലാതെ അധികാരത്തിന്റെ ഹുങ്കിൽ നിരപരാധികളെ കൊന്നൊടുക്കുന്നതിനെ പിന്തുണയ്ക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നതല്ല പരിഷ്കൃത സമൂഹത്തിന്റെ ലക്ഷണം. തന്റെ വിദ്വേഷ അജണ്ടകൾക്കനുസരിച്ച് മാത്രം നീതിബോധം മാറുന്ന ഇയാളുടെ വാദങ്ങൾക്ക് യാതൊരുവിധ വിലയുമില്ല എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. തങ്ങൾക്ക് തോന്നുംപടി ഇസ്ലാമിന് ഒരു പുതിയ രൂപമുണ്ടാക്കി അതിനെയാണ് ഇവരാക്രമിക്കുന്നത്, അല്ലാതെ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനത്തെയല്ല. ചുരുക്കത്തിൽ ആരിഫ് ഹുസൈന്റെ ലക്ഷ്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നീതി ഉറപ്പാക്കുക എന്നതല്ല, മറിച്ച് സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു ചെറിയ വിഷയത്തെയും ഇസ്ലാമിനെ ആക്രമിക്കാനും മുസ്ലിംകളെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഒരായുധമായി മാറ്റുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടി ഏതു വർഗീയവാദികളുടെ കൂടെ നിൽക്കാനും ഏതു കൊടിയ ക്രൂരതയെ ന്യായീകരിക്കാനും ഇവർ തയ്യാറാണ്. യാതൊരുവിധ ധാർമ്മിക അടിത്തറയുമില്ലാത്ത ഇവർക്ക് സത്യത്തെയോ നീതിയെയോ പ്രതിനിധീകരിക്കാൻ കഴിയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.